സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഹെൽത്തിയായ ഒരു സ്മൂത്തിയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്ന ഈ സ്മൂത്തി നല്ല ടേസ്റ്റുമാണ്. ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറിനോ ഒക്കെ പകരമായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തിയാണ് ഇത്. ഈ സ്മൂത്തി കുടിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് നേരത്തേക്ക് വയർ നിറഞ്ഞിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ക്യാരറ്റും ഏത്തക്കായും കൊണ്ടുള്ള ഈ സ്മൂത്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഇതിനായിട്ട് മീഡിയം സൈസിലുള്ള ഒരു ഏത്തക്കായും 2 ക്യാരറ്റും കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഏത്തക്കായും ക്യാരറ്റും പുഴുങ്ങിയെടുത്താണ് സ്മൂത്തി തയ്യാറാക്കുന്നത്. ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം പീൽ ചെയ്ത് ക്ലീൻ ആക്കി എടുത്തതാണ്. ഇതേ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി എടുക്കാം. അതുപോലെ ഏത്തക്കായും ചെറിയ പീസുകളാക്കി എടുക്കാം. ഏത്തക്കയുടെയും ക്യാരറ്റിൻ്റെയും പീസുകൾ ഒരു സ്റ്റീമറിൽ വെച്ച് 5-6 മിനിറ്റ് ആവി കയറ്റി പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങി തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ഈ സ്മൂത്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കുടിക്കുന്നതിന്. ആവി വന്ന സ്റ്റീമറിലേക്ക് കഷ്ണങ്ങളെല്ലാം വെച്ച് കൊടുക്കാം. പാത്രം അടച്ചു വെച്ച് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. 5-6 മിനിറ്റിന് ശേഷം പാത്രം തുറന്ന് നോക്കാം. ഏത്തക്കായും ക്യാരറ്റും എല്ലാം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഒന്ന് തണുത്ത് കിട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. തണുത്ത് വന്ന ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് തൊലി കളഞ്ഞ ഏത്തക്കായും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. മധുരത്തിന് പകരമായി 3 ഈന്തപ്പഴം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് തേൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ലോ ഫാറ്റ് മിൽക്ക് എടുത്താൽ മതി. മിക്സിയിൽ അടിച്ചെടുത്ത സ്മൂത്തി സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റും ഏത്തക്കായും പുഴുങ്ങിയെടുത്തുകൊണ്ട് ഇതിൻ്റെ പച്ചച്ചുവയില്ലാത്ത നല്ലൊരു ടേസ്റ്റോട് കൂടിയ സ്മൂത്തിയാണ് ഇത്. നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ പിന്നെ ഇതുപോലെ മാത്രമേ സ്മൂത്തി ഉണ്ടാക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.